സ്വീറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അത് ഒരു പുഡിംഗ് ആയാലോ? ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു 1/2 ലിറ്റർ പാൽ ഇതാ ഞാൻ കാച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാലൊന്ന് നന്നായി തിളച്ച് വരട്ടെ. പാലിതാ നല്ലോണം തിളച്ച് വന്നു. നമ്മളൊരു 50 ഗ്രാംസ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് ഒഴിച്ച ശേഷം അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ, മിക്സായി വരട്ടെ. അതിലേക്ക് കുറച്ച് വെനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കേസരി കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ലോണം കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ കളർ തന്നെ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഒരു ക്രീമി ഒരു യെല്ലോ കളർ. നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. ബൈ ദ ടൈം ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തേച്ച് ടോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ടോസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ വെറുതെയാണ് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഓയിലൊന്നും ഇടുന്നില്ല. ഇപ്പോൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലിപ്പോൾ നല്ലോണം കുറുകി. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ 2 സ്പൂൺ വെള്ളത്തിൽ കലക്കിയതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഏലക്ക പൊടിച്ചതും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കനായി വരുന്നുണ്ട്. കോൺഫ്ലവർ ഒഴിച്ചിട്ട് തട്ടാതിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം തിക്കനായി, നമ്മൾ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ അറ്റം വേണ്ടവർക്ക് കട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് പൊതുവേ അത് കട്ട് ചെയ്യണ ഇഷ്ടമല്ല. മുഴുവനായിട്ടും വേണമെങ്കിൽ നമുക്ക് ബേസിൽ വയ്ക്കാം. അപ്പോൾ ഇത് ഒന്ന് ഞാൻ ജസ്റ്റ് പിച്ചിയിട്ടു എന്ന് മാത്രം. എന്നിട്ട് ഈ പാല് കുറുക്കിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട. അതുപോലെ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റാർഡ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളവർക്ക് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. നട്ട്സ്, കാഷ്യൂ നട്ട് ഇടുക, പിസ്ത ഇടുക, ബദാം ഇടുക കട്ട് ചെയ്തിട്ട്. ഓക്കെ, ഏത് അവൈലബിൾ ആണോ അത് ഇടുക. ഇപ്പം നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ റെഫ്രിജറേറ്റർ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് കുറച്ച് ചൂടുണ്ട്. ഇതൊന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അതേപോലെ നട്ട്സൊക്കെ നെയ്യിൽ വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ, അല്ലെങ്കിൽ റോ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. അത് അവരൊരു സൗകര്യം പോലെ ചെയ്യുക. ഇവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കാരമലൈസ് ചെയ്ത് ടോപ്പിംഗ് ചെയ്യാമെന്നൊന്ന് തോന്നി. ആക്ച്വലി ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഉരുകിയിട്ട് കളർ ചേഞ്ച് ആവട്ടെ. ഇതിപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്തൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാനൊരു 3 സ്പൂണേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് പോരാ. അപ്പം നിങ്ങൾ ഫുൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 7-8 സ്പൂൺ പഞ്ചസാരയെങ്കിലും എടുക്കണം കേട്ടോ. അപ്പോഴേ അത് ടോപ്പ് ഫുൾ കവറാവുള്ളൂ. എനിക്ക് കണ്ടു അത് കവറായിട്ടില്ല. ഓക്കെ, സോ നല്ലൊരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇട്ടതാണ്. അത് അൺപ്ലാൻഡ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമുക്കിവിടെ ഒരു അടിപൊളി പുഡിംഗ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളത് ഒരു പുഡിങ്ങാണ്. ഇപ്പോൾ കാരമലൈസ് ഒന്നും നമുക്ക് ചെയ്യണമെന്നില്ല. ഞാൻ വെറുതെ ഒരു ജസ്റ്റ് ആ കളറും ആ മഞ്ഞയ്ക്ക് ഒരു നല്ല ഡാർക്ക് കളർ കാരമലൈസ് ചെയ്ത് വരുമ്പോൾ നന്നായിരിക്കും പറഞ്ഞ് ചെയ്തതാണ്. അതുപോലെ നട്ട്സും തന്നെ, അതൊന്നും ഇട്ടില്ലെങ്കിലും നമുക്ക്
അടിപൊളിയായിരിക്കും. പിന്നെ ഇത് റെഫ്രിജറേറ്റർ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെക്കരുത് കേട്ടോ. എപ്പോഴും ഒരു ഫോയിലോ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ അടപ്പോ ഏതെങ്കിലും എടുത്ത് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കിനി ഇത് തണുത്ത ശേഷം കാണാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങൊക്കെ ഒരു 8 hours സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. നമ്മളതിനെ കഴിക്കാൻ പോവാണ്. നമ്മുടെ പുഡിങ് ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കളർഫുള്ളായിട്ടില്ലേ? സോ ഈ പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.